സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുകയാണ്. പല ജില്ലകളിലും മഴയുണ്ട്. എല്ലാ ജില്ലകളിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് എത്തിയിരിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി. ശക്തമായ കാറ്റിലും മഴയിലും കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് ഒരു വലിയ ആൽമരം കടപുഴകി വീണു. 75 കൊല്ലത്തോളം പഴക്കമുള്ള ആൽമരമാണ് വീണത്. ആർക്കും പരിക്കില്ല. 75 കൊല്ലം പഴക്കമുള്ള ഈ ആൽമരം പലതവണ നമ്മൾ പരാതി കൊടുത്തതാണ് മുറിച്ച് മാറ്റാൻ. ആ ജില്ലാ പഞ്ചായത്തിന് ഫണ്ടില്ല എന്നും പറഞ്ഞ് അവരത് മുറിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ പുറകിലൊരു 200 ഇഞ്ച് വണ്ണമുള്ള ഒരാഞ്ഞിലിയും 170 ഇഞ്ച് വണ്ണമുള്ള ഒരു വാഗമരവും നിൽപ്പുണ്ട്. ഈ മരങ്ങൾ മുറിച്ച് മാറ്റാൻ നിരവധി തവണ നമ്മൾ പരാതി കൊടുത്തതാണ്. ഫണ്ടില്ല എന്നും പറഞ്ഞ പേരിൽ ഇത് നമുക്ക് അനുവദിച്ചു തരുന്നില്ല. ശക്തമായ മഴയിൽ തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിലും ഇടിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്നുള്ള മതിലാണ് തകർന്നു വീണത്. നേരത്തെ കുറച്ച് ഇങ്ങനെ തള്ളി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഈ മഴ സമയത്തിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് മൊത്തത്തിൽ ഇളക്കി പണിയണമെന്ന് പറഞ്ഞ് ആ താഴെ അത് ചെയ്തു. അടുത്ത ലാപ്പിൽ ഇത് ചെയ്യുമെന്നാണ്. വലിയ അപകടമല്ലേ? കാരണം ക്ലാസ് റൂമിനോട് ചേർന്നിരിക്കുക. അതെ, ക്ലാസ് റൂമിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നതാണ്. താഴെ കുട്ടികൾ ഇതിലെയാണ് നടന്നു പോകുന്നതും വണ്ടികളും പോകുന്നത്. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ മേഘന. SKN സംസ്ഥാനത്ത് കാലവർഷം സജീവമാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി 11 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പാണ്. സംസ്ഥാനത്തുടനീളം കാലവർഷ മഴ സജീവമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ മഴക്കെടുതികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകൾ, തീരദേശ മേഖലകളിൽ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നാളെ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അങ്ങനെ ഈ 2-3 ദിവസത്തേക്ക് കാലവർഷ മഴ അതിശക്തമായി തന്നെ കേരളത്തിൽ ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തിറങ്ങുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. യെല്ലോ മുന്നറിയിപ്പുള്ള സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ടിന് സമാനമായ സാഹചര്യമായി കണക്കാക്കണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. വടക്കൻ മേഖലകളിലായിരിക്കും മഴ ശക്തമായി പെയ്യാനുള്ള സാധ്യത എന്നുള്ള കാര്യം കൂടിയാണ്. 2 ദിവസത്തിന് ശേഷം കാലവർഷം ദുർബലമാകാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തിൽ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.